ഇളയപ്പന്റെ ഒരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇനിയിപ്പൊ കണ്ടോ. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളാണ് ആമ, തവള, താറാവ്, പിന്നെ കുട്ടനാട്ടുകാർ. കറക്റ്റാണല്ലേ? കുട്ടനാടെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ ചെളിയും വെള്ളവും ഒക്കെയാണ് വരുന്നത്. ഇതിനകത്ത് ചെളിക്ക് ഇപ്പൊ നല്ല കുറവുണ്ട്, കാരണം കുറെയൊക്കെ ഞാൻ തന്നെ ഇവിടെ കൊണ്ടിറക്കിയിട്ടുണ്ട്. പലിശക്കാരനാണെന്ന് മുമ്പേ കേട്ടിട്ടുണ്ട്. വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. കാരണം സാധാരണ ആൾക്കാർക്ക് മഴവെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻസ് ആണ്, പ്രേമമാണ്. മഴ, ചായ, ജോൺസൺ മാഷ്, അന്തസ്. പക്ഷെ നമ്മൾ കുട്ടനാട്ടുകാർ ഈ റൊമാൻസിനെ ഇച്ചിരി സീരിയസ് ആയിട്ട് എടുത്തു. നമ്മളിത് പ്രേമത്തിൽ നിർത്തിയില്ല, നമ്മൾ കല്യാണം കഴിച്ചു. അത് കാരണം ഇതിപ്പോ ഫുൾ ടൈം നമ്മുടെ വീട്ടിലുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അമ്മേ. അവന്റെ ഭാര്യ എന്നാ പറയുന്നേ. ഒരു കാമുകി ഭാര്യയായിട്ട് മാറിയതിന്റെ എല്ലാ സ്വഭാവ വ്യത്യാസങ്ങളും ഈ മഴ നമ്മളൊക്കെ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞോ? അതോ ഇനിയും വല്ല ആഗ്രഹം ബാക്കിയുണ്ടോ? ചേച്ചിയും കുടുംബവും പോയി, ഇനി ഇവിടെ പലരും ഈ കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നിനക്ക് സമാനാവോ? നിങ്ങളെല്ലാരും ചിലപ്പോ കൊച്ചിലെ കുളം കര എന്ന് പറഞ്ഞ കളി കളിച്ചിട്ടുണ്ടായിരിക്കും. കളിച്ചിട്ടില്ലേ? നമ്മളൊരു വട്ടം വരയ്ക്കും, അതിനകത്ത് കുളം, പുറത്ത് കര. കുളം, കര, കര, കുളം. കുളം, കര, കര, കുളം, കുളം, കര, കര, കുളം, കുളം, കര. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൊച്ചിലെ കളിച്ച ചെറിയൊരു കളിയായിരിക്കും. നമ്മൾ കുട്ടനാട്ടുകാർക്ക് ഇത് സർവൈവലിനുള്ള ട്രെയിനിങ് ആണ്. കൂട്ടുകാര് പാട്ടൊക്കെ പാടി താളത്തിൽ തുഴഞ്ഞിങ്ങ പോരെ. നമുക്കിപ്പോ ബാക്കി ഒരു സ്ഥലങ്ങളിൽ അവിടെ വെള്ളത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ ഒരു ലോറിയിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കും. വെള്ളത്തിന്റെ പ്രശ്നം രൂക്ഷമാണ് ഇവിടെ. പക്ഷെ നമ്മൾ കുട്ടനാട്ടിൽ വെള്ളത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ ഒരു ലോറി വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അതിൽ കുറച്ച് ആൾക്കാരെ എടുത്തുകൊണ്ട് പോകും. അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ. ഈ ഇടയ്ക്ക് നമ്മുടെ വെള്ളപ്പൊക്കത്തിനിടയിൽ അതിലെ പോയ കാർത്തിക് സൂര്യ വ്ളോഗിൽ ചോദിച്ചു, ഗായ്സ് ഇതെന്താ അമ്യൂസ്മെന്റ് പാർക്കോന്ന്. എനിക്ക് വിഷമായി. ഇതൊക്കെ എങ്ങനെയാന്ന് ശീലമില്ല. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ച് പോയേ. കാരണം നമ്മൾ ജീവിക്കേണ്ട സ്ഥലത്തിനെ പറ്റി ഒരാൾ അങ്ങനെ പറയാന്ന് ഓർക്കും. പക്ഷെ ഈ അടുത്ത് കാർത്തിക് സൂര്യ വേറൊരു വീഡിയോ ഇട്ടു. കാർത്തിക് സൂര്യ കോടികൾ മുടക്കി പണിയുന്ന വീടിന്റെ 3ാമത്തെ നിലയിൽ സ്വിമ്മിംഗ് പൂള് കാണിക്കുന്ന വ്ളോഗ്. എനിക്കത് കണ്ടപ്പോ ചിരിയാണ് വന്നത്. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. കാരണം ഞാൻ അത് കണ്ടുകൊണ്ട് കിടക്കുമ്പോ എന്റെ കട്ടിലിനടിയിൽ വെള്ളമാണ്. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ. കാർത്തിക് സൂര്യക്ക് വെള്ളം കാണണമെങ്കിൽ 3 നില മേളിൽ കയറി പോണം. എനിക്ക് 2 തവണ കട്ടിലേ കിടന്ന് ഉരുണ്ടാവാൻ. നിങ്ങൾ പലരും റീൽസിലൊക്കെ കുട്ടനാടിനെ പറ്റിയുള്ള റീൽസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ബോട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ പോണത്. അത് സ്ലോ മോഷൻ അല്ല, ബോട്ട് ശരിക്കും പോണ സ്പീഡാ. ഒരു സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. ഈ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ജെറ്റ് ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ കുട്ടനാട്ടുകാർക്ക് ജെട്ടി ലാഗാണ് അടിക്കണം. കാരണം ഒരു ജെട്ടിൽ നിന്ന് അടുത്ത ജെട്ടിയിലോട്ട് ബോട്ട് പോകാനെടുക്കുന്ന സമയം. അതാണോ ഉദ്ദേശിച്ചത്? ഇപ്പൊ ചില ആൾക്കാർ ഇതുപോലെ ഷോ കാണിക്കാൻ വേണ്ടി വീട്ടിൽ വലിയ അക്വേറിയൊക്കെ പണിത് വെക്കും. നമുക്ക് കുട്ടനാട്ടുകാർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ വീട് തന്നെ അക്വേറിയാണ്. നമ്മൾ ഓൾറെഡി അക്വേറിയത്തിനകത്താണ് താമസിക്കുന്നത്. കുട്ടനാട്ടിൽ ഇതുപോലെ കുറെ പ്രത്യേകത ഉണ്ട്. അതായത് കേരളത്തിൽ എവിടെ ടാറിട്ട തോട് ആകെപ്പാടെ നമുക്ക് കാണാൻ പറ്റുന്ന കുട്ടനാടി മാത്രമാണ്. എന്റെ വീടിന്റെ അടുത്ത് വണ്ടിയൊന്നും ചെല്ലില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ടിനെയും ജീവിച്ചു പോകണമെങ്കിൽ, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമൊക്കെ ശരിയാണെങ്കിൽ ഒരു 500 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടനാട്ടുകാർക്ക് ചെതുമ്പലൊക്കെ മുളച്ച് നമ്മൾ മത്സ്യകന്യകന്മാരായിട്ട് മാറും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.